പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ദേവയാനി നയന നെക്ലേസ് അണിഞ്ഞിട്ടുള്ള ഫോട്ടോ ജലജയ്ക്കും അനാമികയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേരും അത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. അനാമിക ചോദിക്കുന്നുണ്ട്, ഇത് ആദർശേട്ടൻ നയനയ്ക്ക് വാങ്ങിക്കൊടുത്തതാണോ എന്ന്. അല്ല, ഇത് അവൾ വരച്ച പുതിയ ഡിസൈനാണ് എന്ന് പറയുന്നുണ്ട് ദേവയാനി. അതിലിടയ്ക്ക് ജലജ ചിന്തിക്കുന്നുണ്ട്, ഈ നെക്ലേസ് ആണല്ലോ അബി എടുത്തു മാറ്റിവെച്ചത്, പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചു. ജലജയുടെ മുഖഭാവം കണ്ട് ദേവയാനി ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് അവളോട് ഭയങ്കര ശത്രുതയാണ്, എങ്കിലും അവൾ വരച്ച ഈ ഡിസൈൻ വളരെയധികം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജലജയെ ഒന്നുകൂടി കാണിക്കുകയാണ്. നോക്ക് ജലജ, കുഴപ്പമില്ല എന്ന് പറയുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ ദേവയാനി, കുഴപ്പമില്ല എന്നല്ല, വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് അവളെ ഇഷ്ടമല്ല, എങ്കിലും നല്ലത് കണ്ടാൽ നല്ലത് പറയണം എന്ന് പറയുകയാണ്. ഈ നെക്ലേസ് നന്നായി വിറ്റുപോകും എന്ന കാര്യം ഉറപ്പാ, അതിലൂടെ കമ്പനിക്ക് നല്ല ലാഭവും ഉണ്ടാകും. അവൾ പിടിമുറുക്കുകയാണ് മൂർത്തിസ് ജ്വല്ലറിയിൽ എന്ന് പറയുകയാണ് ദേവയാനി. പിന്നെ കാണിക്കുന്നത് ജലജ അബിയെ വിളിച്ച് അന്വേഷിക്കുന്നതാണ്. അബി പറയുന്നുണ്ട്, എന്ത് തിരിമറിയാ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ലമ്മേ. ജലജ ദേഷ്യവും നിരാശയും കാരണം അബിയെ നന്നായി ചീത്ത പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനിയാണ് നയനയെ രക്ഷിച്ചത്. ദേവയാനിയുടെ കയ്യിൽ ഒരു പുതിയ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഒരു പുതിയ സിം ഇട്ടിട്ട് നയനക്ക് മെസ്സേജ് അയച്ചതാണ്. ഫോണിൽ മെസ്സേജിൻ്റെ സൗണ്ട് കേട്ട് നയന നോക്കുകയാണ്. പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് നയന. മെസ്സേജ് നോക്കിയപ്പോൾ നയന ഞെട്ടിപ്പോകുന്നുണ്ട്. നിന്നെ കള്ളിയാക്കാൻ നിന്റെ ബേഗിൽ സ്വർണ്ണ നെക്ലേസ് വെച്ചിട്ടുണ്ട് എന്നാണ് മെസ്സേജ്. ഇത് സത്യമായിരിക്കുമോ എന്ന് നയന ചിന്തിക്കുകയാണ്. എന്നിട്ട് ബാഗ് തുറന്നു നോക്കിയപ്പോൾ പറഞ്ഞത് സത്യം തന്നെ, നെക്ലേസ് ബാഗിലുണ്ട്. ഇതാരാ ഇതിൽ കൊണ്ടുവച്ചത് എന്ന് ഒക്കെ ചിന്തിക്കുകയാണ് നയന. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദർശിന് ഒന്നും മനസ്സിലാകുന്നില്ല, ഇതെങ്ങനെ സംഭവിച്ചു, വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ആദർശം. പിന്നെ ദേവയാനി ഇതൊക്കെ ആലോചിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജലജ അങ്ങോട്ടേക്ക് ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വിളറി വെളുത്ത ഒരാൾ വരുന്നുണ്ട്. ജലജയെ കണ്ടതും ദേവയാനി ജലജയെ കുറ്റപ്പെടുത്തുകയാണ്. നീയല്ലേ പറഞ്ഞത് നയനയെ ഇന്ന് തന്നെ വീട് വിട്ട് പുറത്താക്കുമെന്ന്, എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, അവൾ ഇതാ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. ഇതും പറഞ്ഞ് വീണ്ടും നയനയുടെ ഫോട്ടോ കാണിക്കുകയാണ് ദേവയാനി ഇത് ജലജയെ വെറുപ്പിക്കാൻ തന്നെ കാണിക്കുന്നതാണ്. അതേപോലെ ജലജയ്ക്ക് ഇത് കാണുമ്പോൾ വല്ലാത്ത കോപവും പ്ലാൻ പൊളിഞ്ഞതിൻ്റെ നിരാശയും ഒക്കെ ഉണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അബി ഇടയ്ക്കിടയ്ക്ക് കള്ളത്തരം കാണിക്കുന്നത് കൊണ്ട് ആദർശ് അവനെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ജലജയെ നീയും മോനും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറയണം, അപ്പോൾ ഞാനും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധം സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ ശരി ഏട്ടത്തി എന്നും പറഞ്ഞ് ജലജ അവിടുന്ന് പോവുകയാണ്. ദേവയാനി ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവർ ഇനി എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ എന്നോട് പറയുകയുള്ളൂ, എങ്കിലേ എനിക്ക് എൻ്റെ മരുമകളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ കാണിക്കുന്നത് ആദർശ് അബിയെ നല്ല ചീത്ത പറയുന്നുണ്ട്. ആദർശിന് നല്ല സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ അബിയാണ് കളിച്ചതെന്ന്. പക്ഷേ തെളിവില്ലാത്തത് കാരണം ഒന്നും അങ്ങ് ഉറപ്പിച്ച് പറയാനും കഴിയുന്നില്ല. പക്ഷേ ലാസ്റ്റ് ആദർശ് പറയുന്നുണ്ട്, ഈ കമ്പനിയിൽ എന്തെങ്കിലും കള്ളത്തരം നടന്നാൽ ആദ്യം സംശയിക്കുന്നത് ഞാൻ നിന്നെ തന്നെ ആയിരിക്കും. അബി അങ്ങനെ വിളറി വെളുത്ത് നിൽക്കുകയാണ് അവിടെ. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയനയാണെങ്കിൽ ആ അൺനോൺ നമ്പറിനെ പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് അന്വേഷിക്കാനായി നന്ദുവിനോട് പറയുകയാണ്. നന്ദുവിൻ്റെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.